ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കുറച്ച് ചുള്ളിമീൻ കിട്ടിയിട്ടുണ്ട്. കുറച്ചൊന്നല്ല, കുറച്ചധികം തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങളെ നാട്ടിൽ ഈ മീനിന് എന്താ പേര് പറയണമെന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടോ. നല്ല ഫ്രഷ് ചെമ്മീൻ കൊണ്ടുപോയിട്ട് കടലിൽ പോയി ചൂണ്ടിട്ടുണ്ടെന്നാണ് കേട്ടോ. ഇതും ഫ്രഷ് തന്നെയാണ്. അപ്പോൾ ഞാനത് കുറച്ച് കഴിഞ്ഞ് മുറിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇശാനിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ ഉണ്ടല്ലോ, ഒരാൾ നല്ല പ്രയാസപ്പെട്ട് മുറിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രഷ് മീൻ കണ്ടപ്പോൾ അയാൾ മുറിച്ചെടുക്കുകയാണ്. വേറെ ആരുമല്ല കേട്ടോ, എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ്റെ വൈഫാണ്. അപ്പോൾ നല്ല ഫ്രഷ് മീനാണല്ലോ, അപ്പോൾ നല്ല വഴുക്കലും ഉണ്ട്. നല്ല പ്രയാസമാണ് കേട്ടോ അത് മുറിക്കാൻ. ആൾ കത്തി വെച്ചും കത്രിക വെച്ചിട്ടൊക്കെ മുറിക്കുന്നുണ്ട്. നന്നായി തന്നെ മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാൻ എന്താട്ടി, ഓൾ മുറിക്കണുണ്ടപ്പോൾ ഞാൻ വേഗം പോയി ഫോൺ എടുത്ത് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓൾ ഇതൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുട്ട കൂടി ഉണ്ട് കേട്ടോ. ഈ മുട്ടക്കൊക്കെ നല്ല വേവാണ്. അപ്പോൾ നമ്മൾ കറീൻ്റെ കൂടെ തന്നെ മീനും മുട്ടയും കൂടി ഇട്ടിട്ട് കലക്കിയിട്ട് ഒന്നായിട്ടാണ് കേട്ടോ വെക്കുക. അപ്പോൾ അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്. അപ്പോൾ ഓൾ തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് തക്കാളിനെ ഈ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. തക്കാളിയും പച്ചമുളകും കൈ വെച്ച് ഉടച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മുളക് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചധികം തന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായി തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതും കൈ വെച്ചിട്ട് തന്നെ കേട്ടോ നന്നായി കുഴച്ചെടുക്കുന്നത്. നന്നായി തന്നെ കുഴക്കണുണ്ട്. അപ്പോൾ തക്കാളി വെന്ത് ഉടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. മീനും കൂടി ഇട്ടിട്ട് നന്നായി തന്നെ കിട്ടും കേട്ടോ. നന്നായി തന്നെ വെന്തിട്ടും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ടോ, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ, കമൻറ്റ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ മുട്ട കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം മുറിച്ച് വെച്ച മീനും കൂടി ഇട്ട് കൊടുത്ത് കറിവേപ്പില കൂടി മേലെ ഇട്ട് കൊടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് അടുപ്പത്തും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അതും കൂടി ചുട്ടെടുക്കുകയാണ്. ഒരടുപ്പത്ത് ചപ്പാത്തി ഒരടുപ്പത്ത് കറിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നും കൂടി ആവാണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കെറ്റിലാണ് കേട്ടോ ചായ ഉണ്ടാക്കുന്നത്, ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ചായ കൂടി ഉണ്ടാക്കുന്നുണ്ട്. ചായയും ചപ്പാത്തിയും കറിയും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ ചോറാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുന്നുണ്ടോ. ഓക്കെ, താങ്ക് യു.